അപ്പൊ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു സാറ്റ് കളിയായിട്ട് പ്രമാണിച്ചാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ സാറ്റ് കളിക്കുന്നത് ഇവിടാണ് ഗൈസ്. ഈ ഏരിയ ആണ്. അങ്ങ് തൊട്ടുന്നത് ആ കയറ്റം വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഗൈസ്. അപ്പൊ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കളിക്കാൻ. ഇവനാണ് ഗൈസ്. ഗൈസ് അപ്പൊ ഇവന്റെ മറ്റേ ക്രിസ്മസ് കരോളിന്റെ വീഡിയോയിൽ കണ്ടു കാണും ഗൈസ്. നിങ്ങള് എന്റെ പേര് കുഞ്ഞുണ്ണി എന്നാണ് ഗൈസ്. ഓക്കെ അപ്പൊ നമുക്ക് കളിയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് എണ്ണാൻ പോവാണ്. എന്നെ പിടിക്കാൻ പോകുന്നു ഗൈസ്. ഓക്കെ ദേവി എന്നിട്ട് ദേവി അങ്ങ് എണ്ണു. സാമ്പാറിന് എന്തൊക്കെ സാമ്പാറിന് തക്കാളി ഞങ്ങളിൽ ഒരാൾ വേറെ ആയിരിക്കും. സാമ്പാർ ആരിഷാണ് ആരിഷാണ് സീക്കർ. അവിടെ തന്നെ എണ്ണാൻ പോകുകയാണ്. അവിടാണ് എണ്ണുന്നത്. ആരിഷ് നിൽക്കുന്നതിന്റെ അവിടെ ഒരു കാര്യം മറന്നുപോയി. ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ്. 50 വരുന്നു. ഓക്കെ ഗൈസ് നമുക്ക് എണ്ണി തുടങ്ങാം. ഓക്കെ ഗൈസ് എണ്ണാൻ പോവാണ്. അപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ആരോ ഇവിടെ എന്നെ പറ്റിക്കാടാ മരി. നമ്മരെവിടാടാ? എടാ മിക്കവാറും ഈ വീട്ടിൻ്റെ അകത്തം കാണാൻ കയറി കാണാം. കുഞ്ഞുണ്ണീനെ കണ്ട്. അയ്യോ നിക്ക് ഓടാൻ പറ്റത്തില്ല. നിന്നെ ഞാൻ കണ്ടില്ല. പിടി വാ ഇവിടോട്ട് ആരോ ഓടിയാണ്. സോ ഗൈസ് ഞാനായിരുന്നു സീക്കർ. രണ്ട് സെറ്റ് രണ്ടാൾക്കാരെ കണ്ടുപിടിച്ചിരിക്കുന്നു. അശ്വത് മാത്രം ഗൈസ്. ഇല്ല സൗണ്ട് ഉണ്ടാക്കില്ല ഞാൻ കാണത്തില്ല. നോ കണ്ടാ മതി. ഹലോ അല്ലെങ്കിൽ ഞാൻ കാണാതാണെങ്കിൽ നിങ്ങൾ അങ്ങ് പോയി സാറ്റ് ഇട്ടോ. ഞാൻ കാണാതെ. ഓ കിച്ചാപ്പി കണ്ട്. Where is Ashwat guys? ഞാൻ കാണാതാണെങ്കിൽ എന്റെ ബാക്കി കൂടെ പോയി. ഞാൻ ഈ പറയുന്നൊക്കെ കേട്ടോണ്ട്. അശ്വതിനെ കണ്ടോ ഇല്ലയോ? ഓക്കെ കണ്ടില്ല. മേളിയും കൂടെ പോയിട്ട്. ഓക്കെ ആരിഷന് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അശ്വത ജയിച്ചിരിക്കുന്നു. ഇനി ഞാനാണ് എന്നത്. സത്യത്തിൽ ഞാന് അതിന്റെ അവിടെ ചേർത്ത് ഇരുന്നോട്ട് മാത്രമേ ഞാൻ കണ്ടില്ല.
ഞാൻ വിചാരിച്ചു എന്നെ കണ്ടെന്ന്. സോ ഗൈസ് ഞാനാണ് എണ്ണേണ്ടത്. സത്യത്തിൽ ഞാൻ അവിടെ നിന്നപ്പോഴേ എനിക്ക് തോന്നി എന്നെ കണ്ടുപിടിക്കൂന്ന്. എന്നിട്ടും കണ്ടുപിടിച്ചില്ല. ഇവൻ പതുങ്ങി നിൽക്കുമായിരുന്നു. ഞാൻ അവിടെ ഇതേ കണക്ക് ഞാൻ നിന്ന് എന്താണെങ്കിലും കണ്ടുപിടിക്കും. അങ്ങനെ നിന്നിട്ട് കണ്ടുപിടിച്ചോട്ടെന്ന് പറഞ്ഞ് നിന്നതാ. എന്നെ കണ്ടില്ല. ഞാനാണ് സീക്കർ. ഓക്കെ അപ്പൊ ഞാനാണ് സ്പീക്കർ. സോറി ഗൈസ്, അവിടെ കണ്ടോ? നിങ്ങൾ കണ്ടിരിക്കുന്നു ദേവുവിനെ സാറ്റ് ഇട്ടിരിക്കുന്നു. അപ്പൊ എണ്ണന്റെ ദേവു ആണ് ഗൈസ്. ഗൈസ് ഇനി നമ്മൾ കുറച്ച് ആൾക്കാരെ കൂടെ കാണണം. ദേവ് സാറ്റിട്ടിരിക്കുന്നു. ഇനി നമ്മൾ കുഞ്ഞുണ്ണിതാ നമ്മുടെ കൂടെ പോകണം. നമ്മുടെ കുഞ്ഞുണ്ണിയുടെ അങ്ങനെ പോവുകയാണ് ഗൈസ്. ചിച്ചാപ്പിക്കുണ്ട്. വണ്ടി 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 ആ പോ 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 പോ. ഇത് കാറ്റ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഞാനാണ് അരിശ എണ്ണേണ്ടത്. അരിശ എന്നെ വിളിച്ച എന്നിട്ട് ഞാൻ പോയില്ല. കാറിന്റെ പുറകിൽ നിൽക്കുന്നു ഗൈസ്. ജയിച്ചിരിക്കുന്നു ഗൈസ്. ജയിച്ചിരിക്കുന്നു. ഓടോടോട്. എന്നെ ഇങ്ങനെ കാണിക്കുന്നു. ഇങ്ങനെ ദേവു നല്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. സോ ഗൈസ് നമ്മൾ അടുത്ത എടുക്കാൻ പോകുകയാണ്. അടുത്ത ആള് എണ്ണാൻ പോകുകയാണ്. വണ്ടി കിച്ചാപ്പി വണ്ടി ഇറങ്ങും. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ കുറെ ഡിസ്റ്റർബൻസ് ആണ്. സോ ഗൈസ് ദേവു എണ്ണാൻ പോകുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ഗൈസ്. നമുക്ക് ഇവിടെ എല്ലാം നോക്കാം. ബട്ട് ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ നമുക്ക് എങ്ങോട്ട് പോകണമെന്നാണ് ഗൈസ് കൺഫ്യൂഷൻ. ഗൈസ് നമ്മളൊരാളെ കണ്ടു ഗൈസ്. നിങ്ങൾ കണ്ടോ? അശ്വതേ മോൻ അല്ല കുഞ്ഞുണ്ണിയായിരുന്നു ഗൈസ്. കിച്ചാപ്പിതാ വന്നു കണ്ടുപിടിച്ച്. പിന്നെ അടുത്തത് ആരാ? നമ്മൾ ആ സൈഡിലോട്ട് പോവാം. നോക്കി ഇവിടെ ആരെയോ കണ്ടാണത്. എനിക്ക്
വണ്ടിയുടെ ബാക്കിൽ ആരോ ഞാനാണ് എണ്ണാൻ പോയത്. ഹലോ ദേവിനെ കണ്ടിരിക്കുന്നു. ദേവു ഇനി വലിയ ശബ്ദത്തിൽ ഓടുന്നത് ഞാനാ ഓടിയത്. ഗൈസ് ആരും ഇവിടെ കാണുന്നില്ല. സൂക്ഷിച്ച് നോക്കുകയാണ് ദേവു. ഓക്കെ, ദേവു ഒരു സ്ഥലം മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിന്റെ ആ സൈഡ് മാത്രമേ ഉള്ളൂ. അയ്യോ ഞാനൊരാളെ കണ്ടു. ഓ ഉണ്ടായിരുന്നല്ലേ കുഞ്ഞി ആരക്ഷിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ നോക്കിയപ്പോ നീ അവിടെ നടക്കുവായിരുന്നല്ലോടാ. ആരിഷ് കള്ളം പറയുന്ന നമ്മൾ കണ്ടിരിക്കുന്നു. ഇനി എണ്ണാൻ പോകുന്നത് കുഞ്ഞിനെ തന്നെയാണ്. ഞാൻ തന്നെയാണ് ബ്രോസ്. ഓക്കേ ഗൈസ്, നമുക്ക് കണ്ടുപിടിക്കാൻ പോവാം. എൻ്റെ വീട്ടിൽ വന്നു ഗൈസ്. ഇത് ഫൗളാണെന്നറിയാം. എന്നിട്ട് നമ്മളെ വീട്ടിൽ ഇരിക്കുന്നൊരു ഫോണിലെടുക്കുന്ന ഗൈസ്. ഇപ്പം നമുക്ക് വിളിച്ചിരിക്കുകയാണ്. കുഞ്ഞിനെയാണ് ഗൈസ് എണ്ണുന്നത്. പക്ഷെ അവൻ ഇങ്ങോട്ട് എന്താണെങ്കിൽ വരും. അതിന് മുമ്പ് നമുക്ക് അവിടെ പോകണം. അതൊരു റിസ്ക്കാണ് ഗൈസ്. അപ്പം നമ്മൾ കള്ളക്കളിയാണ് കളിച്ച് അവരറിയരുതത്. അവരറിയില്ല. അതിന് മുമ്പ് എല്ലാ സ്ഥലവും അവർ നോക്കുന്നതിന് മുമ്പ് എല്ലാ സ്ഥലവും നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ പോയി നോക്കാം. വാ, മേലത്തെ ജനലിൽ കൂടെ ഞങ്ങൾ പയ്യെ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നത് ഗൈസ്. അപ്പം ഇത് ക്ലിയർ കാണത്തെ പണ്ടത്തെ. അയ്യോ തുറന്നിട്ടേക്കോ. ഇടയിലെ കഥകൊക്കെ വീഡിയോ എടുക്കാണ്ടായിരുന്നു. ഈ തുറന്നിട്ടേക്കോ. ഗൈസ് ഗെയിമിൽ കാണാനുള്ള ഭാഗ്യം. വിശക്കുന്ന ബിസ്ക്കറ്റ് ഞാൻ നിങ്ങളെ മറ്റേത് കാണിക്കാൻ പറഞ്ഞോണ്ടിരിക്കുക. ഗൈസ് കാണാവോന്ന് എനിക്ക് നിങ്ങൾക്കറിയാം. ഇങ്ങോട്ട് വരുന്നതിനെക്കാട്ടി മുമ്പേ പോകണം നമുക്ക്. വേഗം വാ, വേഗം വാ, വേഗം വാ, വേഗം വാ. അയ്യോ വേഗം വാ, വേഗം വാ, വേഗം വാ, വേഗം വാ. ഇത് ഇവിടെ വെച്ച് നിർത്താൻ പോകുന്നു ഈ ഫോണിൽ. ഞങ്ങൾ എന്നിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കിയിട്ട് പോവാം. നിങ്ങൾക്ക് കാണാം ദേവു. ദേവുവാണ്. അപ്പം ദേവിയാണ് സാറ്റ് ഇടുന്നത്. അല്ല എന്ത് ക്യാപ്ചർ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മുടെ അശ്വതിന്റെ ബാക്കിലുണ്ടായിരുന്നു. കിറ്റാപ്പി സാറ്റ് ഇട്ടു. അശ്വതിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. അശ്വതിനെ കണ്ടോണ്ട് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അടിച്ചിട്ട് പോകണം. അടിക്കുകയോ ഇടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പോകുക.
പിന്നെ ഷെയർ അയക്കണം കൂടെ. ഒന്നും പറഞ്ഞ് വേറെ ആരെയും പോയി അടിച്ചുകൂടെ? ഓക്കെ, ദിസ് ഈസ് 7+ ഓൺലി. നമ്മൾ അടുത്ത ആൾക്കാരെ കണ്ടുപിടിക്കാൻ പോകുകയാണ്. ഇതെന്ത് ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് നോക്കുന്നു. ഓ, ഇത് ബാക്കിലോട്ട് നോക്കി 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 പതുക്കെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഇച്ചാപ്പി തട്ടിയതാണ് ഗെയ്സ്. ഗെയ്സ്, അപ്പം കുഞ്ഞുണ്ണിച്ചേട്ടൻ നടന്നു പോകുന്നുണ്ട്. കിട്ടുകയോ ആൾക്കാരെ കണ്ടുപിടിക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞൂടാ. നമുക്ക് കണ്ടറിയാം എവിടെയൊക്കെയാ വിളിച്ചേക്കുന്നതെന്ന്. ഗൈസ്, ഇത് വേറെ. ഇനി രണ്ടുപേരെയും കൂടി കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. കുഞ്ഞുണ്ണിച്ചേട്ടന് രണ്ടുപേരെ, ഒരാളെ കണ്ടുപിടിച്ചാൽ മതി, മറ്റേയാൾ വിന്നറാവും ഗൈസ്. ആരാണ് വിന്നറെന്ന് കണ്ട് നമുക്ക് അറിയാം. ആര് കണ്ണനാണോ അതോ ദേവി ചേച്ചി, അല്ല ദേവു ചേച്ചിയാണോ? വിന്നർ ആരാന്ന് കമന്റിൽ ഇടണം. ആരിഷോ ദേവുവോ ഗസ് ചെയ്തിട്ട് നിങ്ങൾ ഇടുക ഗൈസ്. കമന്റിൽ ഇടണം. നിങ്ങൾ ഇത് കറക്റ്റ് ഉത്തരം പറയുന്ന നമുക്ക് പറ്റുമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. കുഞ്ഞുണ്ണി ചേട്ടൻ ഇതോടി അങ്ങനെ നടന്നു പോയിട്ട് ആരെയും കാണുന്നില്ല. എനിക്ക് പറഞ്ഞൂടെ സത്യത്തിൽ എല്ലാവരും എവിടെയാണെന്ന്. കുഞ്ഞുണ്ണി ചേട്ടൻ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഓ, ഓടിപ്പോന്നു. എനിക്ക് ഓടാൻ വയ്യടെ, പതുക്കെ ഒന്ന് ഓടേ. വണ്ടി ഇരുന്നോടെ. ദാണ്ടേ ഏത് വണ്ടിയോ, ഏതൊരു വണ്ടി കുഞ്ഞുണ്ണി ചേട്ടൻ താണ്ട കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തിൽ വീണ്ടും നടന്ന് പോകുന്നുണ്ട് ഗേസ്. അല്ലാതെ വേറെ എന്തോ ചെയ്യാനാ ഗേസ്, ഇതിനകത്തില്ല ഗേസ്. എന്നാലും ഇതിൻ്റെ അറ്റത്ത് ചിലപ്പോൾ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നോക്കി എങ്ങനെ നമ്മൾ നടന്നു പോകുന്നത്. ഗേസ്, ആരെങ്കിലും ഉണ്ടോയെന്ന് ഇവിടെ നോക്കുന്നുണ്ട് ഗേസ്. എവിടെങ്ങും ആരുമില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. എനിക്കും അറിഞ്ഞുകൂടാ എവിടാ വിളിച്ചതെന്ന്. അത് കാരണം എനിക്ക് ഗേസ് വീണ്ടും നേരെ തന്നെ നടന്നു പോകുന്നുണ്ട്. എനിക്കെങ്ങനെ അറിയാം? ഓ, അപ്പം ഗേസ് അവര് ജയിച്ചിട്ടുണ്ട്. അടുത്ത എണ്ണം സോ ഗൈസ്, അടുത്ത എണ്ണുന്ന ദേവിയാണ്. നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ ഗൈസ്, എണ്ണാൻ പോകുകയാണ്. സോ ഗൈസ്, ദേവി എണ്ണാൻ പോകുകയാണ് ഗൈസ്.
നമുക്ക് ആൾക്കാരെ നോക്കാം ഗൈസ്. തോണ്ട ഗൈസ് കിച്ചാപ്പിനെ സാറ്റ് അടിച്ചേ. ഗൈസ് നമുക്ക് ആൾക്കാരെ തരാം. ആദ്യം അങ്ങോട്ട് പോകണോ ആദ്യം ഇങ്ങോട്ട് മുകളിലോട്ട് പോകണോ എന്നൊരു സംശയപ്പെടാം. ഗൈസ് ഇവിടെ ആരും ഇല്ല ഗൈസ്. ഇവിടെയും ഇല്ല ഗൈസ്. നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. നമുക്ക് അവിടെ അങ്ങനെ ഉണ്ടോ നോക്കാം ഗൈസ്. ഈ ചാപ്പി ഇവിടെ നിന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞിൻ്റെ സാറ്റ് ഗൈസ്. നമുക്ക് മുകളിലോട്ട് പോവാം. ഇതിൻ്റെ ഇടയിലൊക്കെ നോക്കാം. ആരുമില്ല ഗൈസ്. ചിലപ്പോൾ എല്ലാവരും മുകളിൽ കാണും, ചിലപ്പോൾ ചിലവർ താഴെ കാണും. എന്നെ തത്തിട്ട് അങ്ങ് എത്തിയിട്ടാ കേസ് കണ്ട. നിങ്ങൾ കണ്ടു കാണും ഈ വീഡിയോയിൽ. ഞാൻ അവിടെ ഇരിക്കാന്ന അവിടെ കാണിക്കാം. പറഞ്ഞു കൊടുത്തടേ. ഈ അമ്മ പറഞ്ഞു കൊടുത്തി. അടുത്തത് കുഞ്ഞുണ്ണിയാണ്. പിന്നെ അമ്മാമ പറഞ്ഞു കൊടുത്തത് ഞങ്ങൾ കേട്ടില്ല. CC ക്യാമറ കൂടി കാണും നമ്മള് കേട്ടാലാ. അപ്പൊ വടിയാ. പിന്നെയും കുഞ്ഞുണ്ണിയാണ് ഗൈസ് കണ്ടത്. പക്ഷെ ആദ്യം ഇച്ചാത്തിനെയാണ് കണ്ടത്. അപ്പൊ നമ്മള് നമ്മളിന്ന് നിർത്താൻ വന്നു. നിർത്തുന്നു. അടുത്ത പാട്ട് നല്ല ലോങ്ങായി കാണും. ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. ബൈ. എവിടെ നിന്റെ മുഖം? ഇത് കിടന്നു. ഓക്കെ ബൈ. ഓക്കെ.